IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ അറസ്റ്റിലായ സുഗാന്ത് സുരേഷിനെ തിരുവനന്തപുരത്ത് എത്തിച്ചു. പേട്ട പോലീസ് സ്റ്റേഷനിൽ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുമെന്ന് അറിയുന്നു. MG പ്രതീഷ് മറ്റു വിവരങ്ങൾ നൽകും. പ്രതീഷ്, ഗുഡ് മോർണിംഗ് അഗെയിൻ, പറയൂ. SKN ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിന് പിന്നാലെയാണ് ഇന്നലെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് മുമ്പാകെ ഈ സുഗാന്ത് കീഴടങ്ങിയത്. അതിന് പിന്നാലെ ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് പേട്ട പോലീസ് സംഘം എറണാകുളത്തേക്ക് പോയിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടി സുഗാന്തിനെ പേട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അല്പസമയത്തിനകം സുഗാന്തിനെ വിശദമായി ചോദ്യം ചെയ്യുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും സുഗാന്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഇന്നലെ മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ട് ഹൈക്കോടതി തന്നെ പ്രധാനപ്പെട്ട പല നിരീക്ഷണങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. അതായത് IB ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ കൃത്യമായൊരു പങ്ക് സുഗാന്തിന് ഉണ്ട് എന്ന് ഹൈക്കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ കേസിൽ ഏറ്റവും നിർണായകമായത് ഈ വൈകിയെങ്കിലും പുറത്തു വന്ന ചില ചാറ്റുകളാണ്. സുഗാന്തം ഈ IB ഉദ്യോഗസ്ഥയും തമ്മിൽ നടത്തിയ ചാറ്റുകൾ പുറത്തു വന്നിരുന്നു. ഈ ചാറ്റിൽ ഈ നിരന്തരം ആത്മഹത്യ ചെയ്യാൻ IB ഉദ്യോഗസ്ഥയെ സുഗാന്ത് പ്രേരിപ്പിച്ചുവെന്ന് പോലീസിന് തെളിവ് ലഭിച്ചു. ഇതോടുകൂടിയാണ് ഈ കേസ് കൂടുതൽ നിർണായകമായതും ഈ ആത്മഹത്യയിൽ സുഗാന്തിന്റെ പങ്ക് കൂടുതൽ വ്യക്തമായതും. എന്തായാലും ഈ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും സുഗാന്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. നിലവിൽ ഈ കേസിൽ സുഗാന്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നതാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ ശേഷം പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. അതിനുശേഷമായിരിക്കും ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവെടുപ്പിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കുക. SKN. Thank you.